പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും എന്താ പുറകോട്ട് മാറിയിരിക്കുന്നത്? ഇവിടെ മുമ്പിൽ ഒരുപാട് കസേരകൾ ഇങ്ങനെ തൊഴിച്ചിട്ട് പിശാച് വന്നിരിക്കും. പിശാചിനിടം കൊടുക്കരുതെന്നൊരു വചനമുണ്ട്. ഡോണ്ട് ഗീവ് പ്ലേസ് ടു ദ ഡെവിൾ. ഓക്കെ, എല്ലാവരും മുമ്പോട്ട് കടന്നു വന്നിരിക്കും, അടുത്ത് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലാം കർത്താവിന് സ്തോത്രം പറയാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നാണ് ബൈബിൾ പറയുന്നത്, അല്ലേ? എന്തിനാ? നമ്മ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ അവകാശികളാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. അത് ഓർക്കുമ്പോൾ സന്തോഷം വരും ഓട്ടോമാറ്റിക്കായിട്ട്. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്? ഇനി എന്തെല്ലാം ദൈവം ചെയ്യുവാൻ കിടക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുള്ള മുഖത്തോടുകൂടെ ദൈവസ്ഥലിരിക്കണം. ആരും മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇന്ന് രാവിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, എങ്കിലും ദൈവം നല്ലവരാണ്. ഹല്ലേലൂയ. ആ പാട്ടൊക്കെ പാടിയപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിച്ചോ? എനിക്ക് വളരെ സന്തോഷം തോന്നി. പലരും ഈ പാട്ടൊക്കെ പാടുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ മാത്യു പാസ്റ്റർ ഈ പാട്ടൊക്കെ പാടിക്കുന്നത്? എന്തിനാ? ഈ തവ ചൂടാക്കുന്നത് എന്തിനാ സഹോദരന്മാരെ? ദോശ ചുടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ദോശ ചുടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തവ എന്ത് ചെയ്യണം? നല്ല ചൂടാക്കണം, അല്ലേ? വടയുണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? എണ്ണ ചൂടാക്കണം. ചൂടാകാത്ത എണ്ണ ഇട്ട വട ശരിയാകുമോ? ഇതുപോലെ പാട്ടൊക്കെ പാടി ദൈവത്തിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഏകാഗ്രമാക്കുകയാണ്, ഒരുക്കുകയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ എന്നാണ് കർത്താവ്. എങ്ങനെയാ? ഗുണമുള്ള, ലൂക്കോസ് 8-ന്റെ 15-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച്. എൻ്റെ പ്രസംഗ വിഷയം അതല്ല. നല്ല മണ്ണിലുള്ളതോ? ഗുണമുള്ള നല്ല ഹൃദയത്തിൽ, ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സംഗ്രഹിക്കുക എന്ന് പറയാൻ എന്താ? സൂക്ഷിക്കുക, പ്രിസർവ് ചെയ്യുക. ഗുണമുള്ള നല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എങ്ങനെ ഇരിക്കും? കേടുവരത്തില്ല, അല്ലേ? നമ്മൾ സാധനം കേടുവരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇതുപോലെ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്, പിന്നെ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഫലം കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം. രാവിലെ കൃഷി ചെയ്താൽ ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് പറിക്കാൻ ഒക്കുമോ? പറ്റുമോ? അത് ക്ഷമയോടെ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൃഷിക്കാരൻ തന്റെ വിലയേറിയ അനുഭവത്തിന് കാത്തുകൊണ്ട് ക്ഷമയോടെ, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നുവല്ലോ, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കും. ഈ വചനമൊക്കെ കേൾക്കുന്നത് എന്തിനാ? എന്തിനാ ഈ വചനം കേൾക്കുന്നത്? എന്തിനാ പോലെ? എന്തിനാ ഈ വചനം കേൾക്കുന്നത്? ഫലം കൊടുക്കാനാ. കൃഷി ചെയ്യുന്നത് എന്തിനാ? ചുമ്മാ ഒരു നേരം പോക്കിന് ആരെങ്കിലും കൃഷി ചെയ്യുമോ? ഈ മാത്യുവിന്റെ നാട്ടുകാരൊക്കെ വലിയ കൃഷിക്കാരായിരുന്നു, അല്ലേ? വെറുതെ നേരം പോക്കിന് ആരെങ്കിലും കൃഷി ചെയ്യുമോ? പിന്നെ എന്തിനാ കൃഷി ചെയ്യുന്നത്? ഫലം വേണം, ഫലം ഉണ്ടാകണം. അതിനു വേണ്ടിയാ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ വചനം, നമ്മുടെ ഹൃദയത്തിൽ നാം വിതയ്ക്കുന്ന വചനം നമുക്ക് അനേക ഫലങ്ങളായിട്ട് അത് ആയിത്തീരണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞു ഇടയ്ക്ക് കേട്ടോ. പുട്ടിന് തേങ്ങാപ്പീരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ഇട്ടോണം. ആനിന് എന്തുകൊണ്ട് പുട്ടിന് തേങ്ങാപ്പീരിടുന്ന കാര്യം മനസ്സിലായോ? അതോ അവിടെ നിങ്ങളുടെ കർണാടകത്തിൽ പുട്ടൊന്നുമില്ലേ? ഉണ്ടോ? പുട്ടുണ്ടോ? ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ 3 വരെ നമുക്ക് ആദ്യം വായിക്കാം. ഓക്കെ. ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് എഴുതിയ ഒരു ഡെയിലി ഡിവോഷൻ ബുക്ക് ആണ് ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. 365 ഡെയിലി ഡിവോഷൻ ഉണ്ട് ഇതിനകത്ത്. ഒരു പേജ് വീതം 365 ദിവസങ്ങൾക്ക് വായിക്കുവാൻ. വളരെ ഇൻഫർമേറ്റീവാണ്. വളരെ ഓരോ വാക്യവും അതിന് ചേർന്നുള്ള ചില സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാവർക്കും എല്ലാ ദിവസവും വായിക്കുവാൻ വളരെ പ്രയാസപ്പെട്ട് എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്.
ഇത് നിങ്ങൾക്ക് വാങ്ങാം. ഫ്രീ ആയിട്ടല്ല, തുച്ഛമായൊരു വിലയുള്ളൂ. നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ഒരു 10-25 കോപ്പിയെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സ്തോത്രം. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. യേശുക്രിസ്തുവിന്റെ ഒരു വിടവാങ്ങൽ സന്ദേശമാണ് ഈ 14-ാം അധ്യായം. ഫെയർവെൽ മെസ്സേജാണ്. യേശുക്രിസ്തു ലോകം വിട്ടു പോകുക. അതിനു മുമ്പായി 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ എഴുതിയതായിട്ട് നമ്മൾ കാണുന്നു. എന്നിട്ട് യേശു പറഞ്ഞ ഒരു വാക്യം, അതിൻ്റെ 33-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് അരവിന്ദ്. കുഞ്ഞുങ്ങളെ, 13-ന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ, പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് വിട പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോവുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ എങ്ങനെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ വന്നിട്ട് പോകാൻ നേരത്ത് നമുക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ? എന്താ, ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്നായിരിക്കും അല്ലേ? സന്തോഷമാണോ ദുഃഖമാണോ? ദുഃഖം. ദിവസം അടുത്ത് വരുന്നവരും ദുഃഖം കൂടും അല്ലേ? പോവുക. അപ്പോൾ കർത്താവ് 3-3.5 വർഷം അവരോട് സഞ്ചരിച്ച്, അവരോട് കൂടെ ഇരുന്ന്, അവരെ ടേക്ക് കെയർ ചെയ്ത്, അവരെല്ലാം പഠിപ്പിച്ച്, അവർക്ക് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്ത്, എല്ലാം ചെയ്ത് അവസാനം ഒരു ദിവസം പറയാം ഞാൻ പോവുക. അവരാകെ കലങ്ങി. they were troubled അല്ലേ? വളരെയധികം ഹൃദയത്തിൽ കലക്കം. ഉടനെ ഇനി കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ഭാര്യ പറയാം ഞാൻ ഭർത്താവ് പറയാം അമേരിക്കയ്ക്ക് പോവുക, നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രയാസമായിരിക്കും. അപ്പോൾ കർത്താവ് അങ്ങനെ പറയും, നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരാം. സ്തോത്രം. ആരും സ്തോത്രം ഒന്നും പറയുന്നില്ല. 13-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. ആമേൻ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ ചിന്തിച്ചു ആരെങ്കിലും? ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും, ഇന്ന് നടക്കുന്ന ധാർമ്മിക അധപ്പതനങ്ങളും, ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും, പ്രകൃതിക്ഷോഭങ്ങളും, കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്ന് വേണ്ട എല്ലാം പത്രത്തിൽ വരുന്ന സകല വാർത്തകളും ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, കർത്താവ് മടങ്ങി വരാതെ ഇതൊന്നും ശരിയാകത്തില്ല, കർത്താവേ വേഗം വരണമേ. സ്തോത്രം. ഇടത് വരും, എല്ലാം ശരിയാകുന്നൊക്കെ എഴുതി വെച്ചു അല്ലേ? ചുവരിലൊക്കെ എഴുതി വെച്ചു. അല്ല, ശരിയായോ? എല്ലാവരും പോയി ഇടത് വർഷത്തിന് വോട്ടും കൊടുത്തു. ഇപ്പോൾ അവരെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് വല്ലതും ശരിയാവുന്നുണ്ടോ? ഇവിടെ ഇടതോ വലതോ, ഞാൻ രാഷ്ട്രീയം പറയല്ല, ഞാൻ ഈ പാർട്ടികളൊന്നും വിചാരിക്കാളില്ല. ഒരുപാട് വർഷമായി ഞാൻ വോട്ടിടിയിലും നിർത്തി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എല്ലാം ശരിയാകണമെങ്കിൽ എൻ്റെ കർത്താവ് മടങ്ങി വന്നേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല. 14-ാം അധ്യായത്തിൽ വായിച്ചത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. സ്തോത്രം. സന്തോഷമുണ്ടോ? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഐ വിൽ കം അഗെയിൻ, ഐ വിൽ കം അഗെയിൻ, ഐ വിൽ കം അഗെയിൻ, ഐ വിൽ എന്ന് ആ അധ്യായത്തിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കുക, മാത്യു പറഞ്ഞല്ലോ അദ്ദേഹം എൻ്റെ സ്റ്റുഡൻ്റാണ്.
അദ്ദേഹത്തിനോട് ചോദിക്കുക, സാറിനി എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്ത് പറയും? ഐ വിൽ ട്രൈ ടു കം, ഐ മേ കം എന്നൊക്കെയല്ല പറയാനൊക്കുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് ഒരു ദിവസം വരുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, അല്ലേ? നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. ഡെഫിനറ്റ് ആയിട്ടൊരു തീയതി നമുക്ക് ആർക്കും പറയാനൊക്കത്തില്ല. കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സമയത്തും നമ്മൾ മാറ്റപ്പെടാവുന്ന ഒരു ലോകത്തിലാണ് ജീവി. പക്ഷെ കർത്താവ് പറഞ്ഞത് സംശയാസ്പദമായ ഒരു രീതിയിലല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിശ്ചയമായി മടങ്ങി വരും. ഐ വിൽ കം അഗെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ നിശ്ചയമായി. അങ്ങനെ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ. യോഹന്നാൻ 3:16 നമ്മുടെ മലയാളം ബൈബിളിലെ പല ട്രാൻസ്ലേഷനിലും അല്പം വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ അത്ര ആധികാരികമായി പലതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തുവാ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താ ട്രാഫിക് ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കും, ഇതിലെ വണ്ടി ഓടുന്നുണ്ട്. എന്തുവാ പറ, നിങ്ങളൊന്ന് പറഞ്ഞേ. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എങ്ങനെയാ? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു എന്ന് വേണം വരാൻ. സോ ലവ്ഡ് ദ വേൾഡ്. എന്തുമാത്രം, എന്തുമാത്രം സ്നേഹിച്ചു, എന്തുമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. ആർക്കും ഒരു പിടിയില്ല. സ്നേഹിച്ചു എന്നൊക്കെ പറയും. എന്തുമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു, എന്തുമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ മകനെ വേറൊരാൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാവൂ? ഈ മാത്യു പാഷക്ക് ഒരു മോളേ ഉള്ളൂ അല്ലേ? രണ്ടുണ്ടോ? ആഹാ, ഞാൻ അറിഞ്ഞില്ലേ. രണ്ടുപേരുണ്ട്, രണ്ടുപേരുണ്ടല്ലേ? ആ, ഓക്കെ, ഗുഡ് ഗുഡ്. ആ, ഒരു മോളേക്ക് തരാമെന്ന് ചോദിച്ചാൽ തരുമോ? തരത്തില്ല. ഞാൻ കൊണ്ടുപോയി വളർത്ത് അമേരിക്കയിൽ കൊണ്ടുപോയിക്കോളാം. തരാമോ? കണ്ടോ, അമേരിക്കയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോലും തരത്തില്ല. പക്ഷെ ദൈവം നമുക്ക് പകരം മരിക്കുവാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം നമ്മെ തൻ്റെ പുത്രനേക്കാൾ അധികം പിതാവ് സ്നേഹിച്ചതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. എന്നെ തൻ്റെ പുത്രനേക്കാൾ അധികം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ പുത്രനെ എനിക്ക് പകരം മരിക്കുവാൻ ദൈവം കൈവിട്ടത്. ക്രൂശിൽ കിടന്ന യേശു എന്താ പറഞ്ഞത്? എൻ്റെ ദൈവമേ നീ നമ്മെ കൈക്കൊള്ളുവാൻ സ്വന്തം പുത്രനെ ദൈവം കൈവിട്ടു. അതാണ് സ്നേഹം. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്നേഹപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴെങ്കിലും ത്യാഗപരമായ ഒരു സ്നേഹപ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കാര്യമാണ് ഫസ്റ്റ്. ഞാൻ നിങ്ങളെന്ന് പ്രസംഗിക്കുന്ന ആളെ എന്നെ ഉൾപ്പെടെ ഞാൻ പറയും. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സ്നേഹം ഒരിക്കലും വില പോകത്തില്ല. സ്വോത്രം. നിങ്ങൾ എല്ലാവരും സ്വോത്രം പറയുന്നവർ ഞാൻ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വോത്രം. കുറേ ഇരിക്കുന്നവർ സ്വോത്രം പറയുന്നില്ല. അതാണ് മഹത്തായ സുവിശേഷം എന്ന് പറയുന്നത്. കോറി ടെൻബും പറഞ്ഞു, ഗോസ്പൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി ever told of a greatest person ever lived, of the greatest sacrifice ever made. ഒരു മഹത്തായ മനുഷ്യൻ്റെ മഹത്തായ ത്യാഗത്തിൻ്റെ മഹത്തായ കഥയാണ് സുവിശേഷം. അതിന് പങ്കുവയ്ക്കുവാൻ പകരമായിട്ട് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പറ, ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ലോകത്തിൽ? പാസ്റ്റർ അരുൺ എന്തി? അപ്പോൾ
ചിന്തിച്ചു പോയി, എത്ര മഹത്തായ ഒരു സ്നേഹമാണ് ക്രിസ്തു നമുക്കതിന്. നമ്മൾ പാടിയല്ലോ, തുല്യം ചൊല്ലാൻ, എന്താ തുല്യം, എന്താ അരവിന്ദ്, തുല്യം ചൊല്ലാൻ ആകുന്നില്ലേ? കറക്റ്റാണത്. പക്ഷെ നമ്മൾ ഈ പാട്ടിൻ്റെയും വചനത്തിൻ്റെയും ഒന്നും ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. അത്ര ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ പ്രദർശിപ്പിച്ചത്. ക്രിസ്തു നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ നമുക്ക് പകരം മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുവെന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി. പ്രൈസ് ദി ലോർഡ്. കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് മഹത്തായ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. എത്രയധികം ദൈവം നമ്മെ സ്നേഹിച്ചു. ഓക്കെ, 14-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? കലങ്ങി. ഹൃദയം കലങ്ങിയവരാരെങ്കിലും ഇന്ന് അവിടെ ഇരിപ്പുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കലങ്ങാറുണ്ട്. ഹിന്ദി ബൈബിളിൽ തരം മൻ വ്യാകുൽ ना हो എന്നല്ലേ? അല്ലേ ഭാई? कैसे लिखा है हिंदी में? 14 तुम्हारा मन व्याकुल ना हो. मन मतलब क्या है? मन എന്ന് പറഞ്ഞാൽ മനസ്സ്. ഇംഗ്ലീഷ് ബൈബിളിൽ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. മലയാളത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, മനസ്സ് ഹൃദയവുമായിട്ടൊക്കെ വലിയ വ്യത്യാസമില്ലെങ്കിലും ഇത് രണ്ടും രണ്ടാണ്. മനസ്സ്, ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം 70,000 ചിന്തകൾ കടന്നു പോകുമെന്ന്. എന്താ? ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിലൂടെ ഒരു ദിവസം 70,000 ചിന്തകൾ കടന്നു. ഇതിൽ ഏകദേശം 80% അദ്ദേഹം പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത പല ചിന്തകളും നമ്മളിങ്ങനെ ചിന്തിച്ച് എന്താകും? അവസാനം നമ്മുടെ വണ്ണവും കുറയും, ചിലർക്ക് വണ്ണം കൂടും. ഇങ്ങനെ പല 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 ചിന്തിക്കരുതാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവം. അപ്പൊ യേശു അവരുടെ മനസ്സിൽ കടന്ന് മനസ്സിലെ ചിന്തകൾ പിടിച്ചെടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവര് പാപമോചനം കൊടുക്കുവാൻ കഴിയുള്ള ഇവൻ ആരെന്ന് ചിന്തിച്ചപ്പോൾ യേശു പെട്ടെന്നോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ഇപ്പോൾ നമ്മുടെ മാത്യു പാഷയുടെ തലയിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണെന്ന് എനിക്കറിയാലോ. നല്ല ചിന്തയാണോ മോശമായ ചിന്തയാണോ? പക്ഷെ കർത്താവ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ചിന്തകൾ ശരിക്കും മനസ്സിലാക്കുന്ന കർത്താവ്. സ്തോത്രം. അത് ആ ചിന്ത നമ്മൾ കൂടുതൽ ചിന്തിക്കും തോറും നമ്മുടെ മനസ്സ് കൂടുതൽ കലങ്ങുവാനിടയായി. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് കലങ്ങുവാൻ നെഗറ്റീവായ ചിന്തിക്കരുത്. നെഗറ്റീവായ ചിന്തകളാണ് മനസ്സിനെ കലക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ കർത്താവ് മാർത്തയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 10-ന്റെ 41 കർത്താവ് അവളോട് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പലതിനെ ചൊല്ലി മനസ്സ് വിചാരപ്പെടുമ്പോൾ മനസ്സ് കലങ്ങും. നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, നല്ല രീതിയിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് കലങ്ങാതെ ഇരിക്കത്തുള്ളൂ. മനസ്സ് കലങ്ങുമ്പോൾ ഹൃദയവും ശരീരവും എല്ലാം എന്തായും അതിനോട് അനുബന്ധമായി പല രോഗങ്ങളും ഒക്കെ ശരീരത്തിൽ പലർക്കും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ തെറ്റായ നെഗറ്റീവായ പല ചിന്തകളുമാണെന്ന് സൈക്യാട്രിസ്റ്റുകൾ പറയുന്നു. നമ്മൾ ആശുപത്രിയിൽ ചെന്ന് പല ടെസ്റ്റുകളൊക്കെ നടത്തി കഴിയുമ്പോൾ അവർ പറയും, സാറിന് ഒരു കുഴപ്പമില്ല, സാറിന് ഒരു കുഴപ്പമില്ല, ബ്ലഡ് ഓക്കെ, ബ്ലഡ് വർക്ക് ഓക്കെ, എക്കോ എടുത്തു അതും ഓക്കെ, പിന്നെ എവറി ടെസ്റ്റ് ഈസ് ഓക്കെ. പക്ഷേ സാറിന് വീട്ടിൽ വരുമ്പോൾ എന്താ? പിന്നെ തെറ്റായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, നിരാശാജനകമായ പല ചിന്തകൾ താലോലിക്കുന്നതുകൊണ്ട് ശരീരത്തിന് സ്വസ്ഥതയില്ല. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു കാര്യം പറയുന്നു.
ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ വാക്യം എങ്ങനെ അറിയാം? നമ്മുടെ ബൈബിൾ, ഞാൻ ടി വി എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും, ഞാൻ മൊബൈൽ ഫോൺ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. നമ്മുടെ വാക്യം അങ്ങനെ. ദാവീദിന്റെ വാക്യം എങ്ങനെ? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പിന്നെ അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് പിന്നെ എന്റെ ജഡം ശരീരം. അപ്പോ ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്ന് ഇന്റർ റിലേറ്റഡാ. ഉണ്ടോ? ശരീരം, മനസ്സ്, ആത്മാവ്, അല്ലെങ്കിൽ ദേഹം, ദേഹി, ഹൃദയം, മനസ്സ്, ജഡവും നിർഭയമായി വസിക്കുന്ന. ഇതിന്റെ കാരണം ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ, എല്ലാവരും ഇതിവിടെ നോക്കിയിരിക്കണം, എൻ്റെ മുഖത്തോട് നോക്കിയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ചിന്തയെക്കുറിച്ച് അപ്പം തന്നെ ചിന്ത പെട്ടെന്നൂടെ പോയി വീട്ടിൽ പോയിച്ചു വന്നു. ഇപ്പൊ എങ്ങോട്ടാ പോയെ? ഇപ്പൊ എവിടം വരെ പോയി? മനസ്സിൽ ഇപ്പൊ എവിടം വരെ പോയി? പോയോ? വല്ലയിടത്തും പോയി? എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം നിങ്ങൾ ഇവിടെ ചിന്തിച്ചാണോ ഇരിക്കുന്നത് അതോ മറ്റു വല്ലതും ചിന്തിച്ചാണോ ഇരിക്കുന്നത്. സാത്താൻ വളരെ കൗശലത്തോടുകൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് നമ്മളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹൃദയത്തെ കലക്കി. അങ്ങനെയാണ് ശിഷ്യന്മാരെ ഇവിടെ കലങ്കുവാനിടയായത്. ഇവിടെ യേശു പറഞ്ഞു, ഞാനിവിടെ 7 കാര്യങ്ങൾ കലക്കത്തെ അതിജീവിക്കുവാനുള്ള 7 പോയിന്റ്സുകൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പ്രസംഗം നിർത്താൻ പോവുക. പണ്ടൊക്കെ ഒരുപാട് പ്രസംഗിക്കുമായിരുന്നു, ഇപ്പം ഞാൻ പ്രസംഗം കുറച്ചു. കാര്യം എന്നാ? വയസ്സായി, അധികം പ്രസംഗിക്കുവാനുള്ള കഴിവ് ഇല്ല. ഒന്ന് കർത്താവ് പറഞ്ഞതെന്നറിയോ? ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ് ബാക്ക്. നമ്മുടെ കലക്കം മാറ്റണമെങ്കിൽ ഒന്നാമത് നമ്മൾ കർത്താവ് പറഞ്ഞ ഈ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്ന നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കലക്കത്തിൻ്റെ ഒന്നാമത്തെ മറുമരുന്ന് അവിടെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമ്മൾ എവിടെ പാർക്കും, എവിടെ ജീവിക്കും, എന്തായാലും നമ്മുടെ ഭാവി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കലക്കമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കുവാൻ പോകുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ദേശം ഒരുക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ദേശത്തെക്കുറിച്ചുള്ളതായ വർണ്ണനയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കൂടുതലായിട്ട് കാണുവാൻ കഴിയുന്നത്. ആ മനോഹരമായ ദേശത്തെ പറ്റി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വിശ്വാസ വീരന്മാർ പോലും ആ മനോഹരമായ ദേശത്തിനു വേണ്ടി കാത്തിരുന്നുവെന്ന്. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 16-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നവർ, 14 വായിച്ചേ. ഇങ്ങനെ പറയുന്നവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ, അധികം നല്ലത് സമം സ്വർഗീയം. ലോകത്തിൽ ഭൗമികന്മാരായി നമ്മൾ ജീവിക്കുമ്പോൾ കൂടുതൽ കലക്കമുണ്ടാകും. ലൗകിക കാര്യങ്ങൾ ചിന്തിക്കുക, ഡെയിലി ന്യൂസ് കാണുക. ചിലർക്ക് ബൈബിൾ വായിക്കുന്ന 5-10 മിനിറ്റ് കഷ്ടിച്ച് TV-യുടെ മുമ്പിൽ മണിക്കൂറുകളിരിക്കും. എന്നിട്ട് ഈ ജങ്കെല്ലാം കാണും. ദൈവമക്കളെ, നിങ്ങൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ ഉണ്ടോ, ചിലരൊക്കെ സുഖമായിട്ട് വന്നിരുന്ന് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയാം, ഇത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സാത്താൻ്റെ ഉറക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഉറക്കം വരുന്ന ഒരു സ്വത്രം പറഞ്ഞ് അല്ലേ? ഇത്രയും പേർക്ക് ഉറക്കം വരുന്നത് അവർ സ്വത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ഒന്നാമത് കർത്താവ് എന്തിനാണ് ഇപ്പൊ പോയിരിക്കുന്നത്? കർത്താവ് പോയാൽ പോട്ട്. പണ്ട് ഞങ്ങളൊരു സുവിശേഷ വേലയ്ക്ക് ഒരു സ്ഥലത്ത് പോയി, ഒരു പ്രായമുള്ള അപ്പച്ചനോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അവസാനം അപ്പച്ച കർത്താവ് മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പച്ചൻ പറയാ, അദ്ദേഹം വന്നേച്ച് പോട്ടം. എന്താ നമുക്ക് അതിനകത്തൊന്നും ഒരു
കാര്യവുമില്ല. ഇങ്ങനെ പല ക്രിസ്ത്യാനികളുടെയും ചിന്ത. കർത്താവ് വരും, ഓ വരുന്നെങ്കിൽ വരട്ടെ, വന്നാൽ ഓക്കെ, വന്നില്ലേലും ഓക്കെ, ഐ ആം ഇൻ UK. പിന്നെന്താ, സുഖമായില്ലേ അല്ലേ? വന്നേ വരട്ടെ. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? നമുക്ക് വേണ്ടി ഒരുക്കുന്ന മനോഹര ദേശത്തെക്കുറിച്ചുള്ളതായ ആ മനോഹരമായ വർണ്ണനകൾ ദൈവം ദാസനായ യോഹന്നാന് കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുമായിരുന്നു. ദൈവം അവരുടെ ദൈവം വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നഗരം. നിങ്ങൾ ഫ്ലാറ്റിനകത്ത് താമസിക്കുന്ന എത്ര പേര് ഫ്ലാറ്റായിട്ടുള്ളവർ കൈവയ്ക്കുക? ഫ്ലാറ്റ് കേട്ടോ, നിങ്ങൾക്ക് ഫ്ലാറ്റ് ജീവിതം സുഖമാണോ? കാര്യം എന്താ? ഒരു കുഴപ്പമില്ല, മേളിലോട്ട് ഇറങ്ങണ്ട, അല്ലെ താഴോട്ട് ഇറങ്ങണ്ട, മുകളിൽ എങ്ങനെ ഇരുന്നാൽ മതി. പലരോട് പറഞ്ഞാൽ ഫ്ലാറ്റ് ജീവിതം അതാ കുറച്ചുകൂടെ നല്ല. എറണാകുളത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരു ഫ്ലാറ്റ് ഒരുക്കാൻ പോവുക. ഒരു വലിയ മനോഹരമായ ഒരു നഗരം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ നഗരത്തിൻ്റെ വർണ്ണന വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ് ദൈവം യോഹന്നാന് കാണിച്ചു കൊടുത്തത്. അത് നിങ്ങൾ മുഴുവൻ വായിക്കാൻ സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയി ആ 21-ാം അധ്യായം ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം. എന്താ വായിക്കുമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പോലും വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന നഗരം, വിശുദ്ധ നഗരം. 17ഉം 18ഉം അധ്യായത്തിൽ മഹാനഗരം എന്ന് 5 പ്രാവശ്യം പറഞ്ഞു. അത് ബാബിലോൺ എന്ന മഹാനഗരത്തെ കുറിച്ച്. എന്നാൽ ഇവിടെ 21-ാം അധ്യായത്തിൽ പറയുന്നത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. വീണ്ടും 10-ാം വാക്യം, 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വിശുദ്ധ നഗരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ലോകത്തിലുള്ള ഏതെങ്കിലും വിശുദ്ധ നഗരം, മഹാനഗരങ്ങൾ ലോകത്തിലുണ്ട്. ഏതെങ്കിലും ഒരു നഗരത്തെ വിശുദ്ധ നഗരം എന്ന് പറയാൻ നോക്കൂ? ബോംബെ ഒരു വിശുദ്ധ നഗരമെന്ന് പറയാൻ നോക്കൂ? 15,000 തെരുവ് വേശികളുണ്ട് ബോംബെ പട്ടണത്തിൽ. എന്താ പറയാൻ പറ്റുമോ വിശുദ്ധ നഗരം? ന്യൂയോർക്ക് വിശുദ്ധ നഗരമാണോ? ലണ്ടൻ വിശുദ്ധ നഗരമാണോ? പാരീസ് വിശുദ്ധ നഗരമാണോ? ഞാൻ ഒരുപാട് ഈ വലിയ വലിയ നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിശുദ്ധ നഗരമല്ല, അശുദ്ധ നഗരമാണ്. അധർമ്മം കൊടിയുത്തി വാഴുന്ന നഗരങ്ങളാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്നത് വിശുദ്ധ നഗരമാണ്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്തോത്രവും ഒന്നും വരുന്നില്ല. കാര്യം അത്രയുള്ള ആഗ്രഹമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പോയി 2 പൊറോട്ട തിന്നണമെന്നുള്ള ഒരു എങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുക. അന്നേരം വിശുദ്ധ നഗരം അല്ലേ? പണ്ട് ഒരു അരയന്നം മാനസ സരസിൽ നിന്ന് പറന്ന് ഭൂമിയിൽ വന്നൊരു കഥ ഞാൻ കേട്ടു. അരയന്നം ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടുത്തെ കൊക്കുകൾ അരയന്നത്തെ സ്വീകരിച്ചു. റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് സ്വീകരിച്ചിട്ട് അരയന്നത്തോട് ചോദിച്ചു, ആകട്ടെ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മാനസ സരസിൽ നിന്ന് വരും. അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ സുവർണ നദികളുണ്ട്, അപ്സരസുകളുണ്ട്, ദേവന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊക്കിന് മനസ്സിലായില്ല. കൊക്കി ചോദിച്ചു, ആട്ടെ അവിടെ ഞണ്ടുണ്ടോ? കൊക്കിന് വന്നിട്ടും പോയിട്ട് ഈ ഞണ്ടിൻ്റെ കാര്യം മാത്രം. ഇതാണിന്ന് വിശ്വാസികൾക്ക് പറ്റിയ കുഴപ്പം. വിശ്വാസികൾ എപ്പോഴും കണ്ണടച്ചാൽ ഞണ്ടിനെയാണ് സ്വപ്നം കാണും. ഈ സ്വർഗീയമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. സ്വത്രം ഇതൊക്കെ ചിന്തിച്ച് ഇതൊക്കെ വായിച്ചിട്ട് കിടന്നാൽ ഇതൊക്കെ സ്വപ്നം കാണും. അല്ലാതെ നിങ്ങൾ യൂട്യൂബിനകത്തൂടെ അത് കണ്ടേച്ച് കിടന്നാൽ നിങ്ങൾ പിശാചിന്റെ സ്വപ്നവും കാണും. ഞാൻ തിരുവനന്തപുരം സഭാശ്വരം ഇരിക്കുമ്പോൾ ഒരു 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 അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ പറഞ്ഞു, അവർ പ്രാർത്ഥനയ്ക്ക് വന്നാൽ കണ്ണടയ്ക്കത്തിൽ കണ്ടിങ്ങനെ തുറന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നല്ലേ? അപ്പോൾ അവർ പറയാം, കണ്ണടച്ചാൽ ഒരുപാട് ഏതാണ്ടൊക്കെ സ്വപ്നം കാണുക, ഏതാണ്ടൊക്കെ കാഴ്ചകളെ കണ്ണിന് മുമ്പിൽ കാണും. അതിനാന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ ടി വിയുടെ മുമ്പിൽ ഇരിക്കുക. ഈ സീരിയലും ഇതൊക്കെ കണ്ട് കണ്ട് കണ്ണടയ്ക്കാൻ പേടിയാണ്. കണ്ണടച്ചാൽ
ഇതാ പറ്റുന്ന കുഴപ്പം. വേദപുസ്തകം വായിച്ച് ഏറ്റവും ഒടുവിലായി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 2 അധ്യായം വായിച്ചിട്ട് നിങ്ങൾ കിടന്നാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വരും. ആ വേദപുസ്തകം എടുത്ത് വായിച്ചാൽ തന്നെ ഉറക്കം വരും. നല്ല ഉറക്കമുള്ളൂ എല്ലാവരും. ഇത് വായിച്ചാൽ മതി. ഉറക്കമില്ലാത്തവർക്ക് ഒരു ഡോക്ടറുടെ അടുക്കും പോകണ്ട, ഇതൊന്ന് കൊടുത്താൽ മതി. ഇത് നന്നായി വായിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങും. സ്വതന്ത്രം. വെൽക്കം സീനിയർ പാസ്റ്റർ. ഏറ്റവും ലേറ്റായിട്ട് 11:45 എത്തി. ഇതാണ് നമ്മുടെ പാസ്റ്റർമാരുടെയൊക്കെ കണ്ടീഷൻ. ആശാനക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ. എമ്പ്രാൻ ഇത്തിരി കട്ടുപിരിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു. വേറെ ആരാധന കഴിഞ്ഞു വരിക അല്ലേ? സ്തോത്രം. അപ്പോൾ കലങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറ്റുന്ന ഈ മനോഹരമായ ബൈബിൾ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ചിന്തകൾ ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതൊക്കെ നമുക്കും പ്രത്യാശിക്കുവാൻ വേണ്ടിയാണ് ദൈവം എഴുതി വെച്ചത്. യോഹന്നാനെ മാത്രം കാണിച്ചല്ല, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന മനോഹരമായ നഗരം. അതാണ് അവർ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളോടുകൂടെ ഞാനും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിന് ആ മനോഹരമായ നഗരത്തിൽ പോകുന്ന ആരാ? രൂപാന്തരം പ്രാപിച്ചവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ശരീരത്തോടുകൂടി ആ വിശുദ്ധ നഗരത്തിൽ പോകാനൊക്കത്തില്ല. നമുക്കൊരു മനോഹരമായ ആ ദേശത്ത് നമുക്ക് അവകാശം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കും. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ താഴ്ചയുള്ള ശരീരം, നമ്മുടെ പൗരത്വമോ അമേരിക്കയിലാകുന്നു എന്നാണോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ പ്രത്യാശ. അങ്ങനെ രൂപാന്തരം പ്രാപിച്ച ദൈവമക്കൾ ആണ് എന്നേക്കുമായി കർത്താവിനോട് വസിക്കുവാൻ ആ വിശുദ്ധ നഗരത്തിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു ഭാവിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഭാവിയൊന്നുമില്ല. അവർ ഉട്ടോപ്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും ഒരുത്തിനൊരു വെളിവുമില്ല. എന്നാൽ നമുക്കൊരു വെളിവുണ്ട്. നാം എവിടേക്ക് പോകുന്നവരാ? സിയോൻ സഞ്ചാരിയായി യേശുവിൽ ചാരി ഞാൻ പോകുന്നു, കുരിശിൻ്റെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. പത്രം. നാം ഒരു മോക്ഷയാത്രയിലാണ്. നമുക്ക് മനോഹരമായ ഒരു ദേശമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അതില്ലാത്തൊരു ഹല്ലേലൂയ പറയാതിരിക്കുന്നു. മനസ്സിലായോ? അതുള്ളവർ ഹല്ലേലൂയ പറയും. ആമേൻ, ആമേൻ. അപ്പം നമ്മുടെ ജീവിതയാത്രയോട് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയും, പൂനെയിൽ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർമി നേവിയോ അല്ല ആ വലിയ ഉദ്യോഗസ്ഥന്മാരെ വാർത്തെടുക്കുന്നതായ ആ നേവൽ അക്കാഡമിയിൽ ആ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അവരുടെ മെസ്സിൽ എഴുതി വെക്കും. അവസാനത്തെ 180 days ട്രെയിനിങ് ഭയങ്കര സിവിയർ ട്രെയിനിങ്ങാണ്. അവിടെയൊക്കെ പലരും ഇട്ടേച്ചു പോകും. അപ്പോൾ അവരവിടെ മെസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് 180 days to go home. നെക്സ്റ്റ് ഡേ വരുമ്പോൾ അത് അവർ 179 days ആക്കും. ഒരു ദിവസം കൂടെ കുറഞ്ഞു. അപ്പോൾ ഈ സിവിയർ ആയിട്ടുള്ള ഈ ഭയങ്കര ഹാർഡായിട്ടുള്ള ട്രെയിനിങ്ങിൽ ഓരോ ദിവസം അവരെ ശക്തിപ്പെടുന്നത് 10 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം എന്നുള്ള ചിന്തയാണ്. അതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവർക്കതൊരു ഉത്സാഹം, അതൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ട്. ഇതുപോലെയാണ് ദൈവമക്കളെ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചിന്തിച്ചോ, കർത്താവിൻ്റെ അവരോട് ഒരു ദിവസം കൂടി അടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വേഗം വരുന്നു. ലോകമാകെ കലങ്ങി മറിയുവാൻ പോവുകയാണ്. വലിയ സംഭവ വികാസങ്ങൾ ലോകത്തിന് സംഭവിക്കാൻ പോവുകയാണ്. വലിയ വലിയ സംഭവ വികാസങ്ങൾ. ആമേൻ. നമുക്ക് ആർക്കും പ്രവചിക്കാനൊക്കത്തില്ലെങ്കിലും ദൈവവചനം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു മത്തായി 24:21 പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ലോകത്തിലുണ്ടാകും എന്നും പറഞ്ഞിട്ടും കാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല.
സ്തോത്രം. കണ്ണ് തുറന്നിരിക്കണം. ദയവായി കണ്ണടക്കിച്ചിരുന്ന് പ്രാർത്ഥിക്കണ്ട എനിക്ക് വേണ്ടി. ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കുന്നതല്ല, പക്ഷെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണ്ട. സ്തോത്രം. അപ്പൊ കലങ്ങാതിരിക്കണം, എന്ത് ചെയ്യണം? കണ്ണ് തുറന്നിരിക്കണം, അല്ലേ? സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നമ്പർ 1. രണ്ടാമത്, കലങ്ങാതിരിക്കുവാനുള്ള രണ്ടാമത്തെ മരുന്ന് 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളിവിടെ പഠിക്കുന്ന വിഷയം എന്താ വിഷയം? കലക്കത്തിന്റെ മറുമരുന്ന് കേട്ടോ. കലങ്ങാതിരിക്കണമെങ്കിൽ അല്ലേ അരവിന്ദേ? ഓക്കെ. നാളെ കലക്കം ഉണ്ടാകുമ്പോൾ മരുന്ന് അപ്ലൈ ചെയ്തോണം. ഓക്കെ. നമ്പർ 1, ഒന്നാമത്തെ പോയിന്റ് എന്താ? നമുക്ക് വേണ്ടി ഒരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഒരു മനോഹരം. അതിനെക്കുറിച്ച് വിവരിക്കാൻ 24-ാം അധ്യായം നിങ്ങൾ വായിക്കണം കേട്ടോ. ആ സ്ഥലത്തിൻ്റെ എങ്ങനെയാ ദൈവം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മുത്തുകളാലും അതിൻ്റെ റോഡുകൾ, അതിൻ്റെ അളവുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക. രണ്ടാമത് കർത്താവ് പറഞ്ഞത് 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 14-12. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പൊ ആ ശിഷ്യന്മാർ ചിന്തിച്ച്, ഇനി ഞങ്ങൾ എങ്ങനെ അത്ഭുത പ്രവൃത്തി ചെയ്യും? ഇനി എങ്ങനെയാണ് ഈ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ അവർ ചിന്തിച്ചപ്പോൾ കർത്താവ് അവരുടെ മനസ്സ് വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും ചെയ്യാൻ പോകും. ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി, ഞാൻ ചെയ്ത അത്ഭുത പ്രവൃത്തി, സ്തോത്രം, നിങ്ങൾ ചെയ്യും. ദൈവസഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്തിനാ? താൻ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യാൻ. നമ്മൾ കർത്താവ് നല്ലവരാണെന്ന് വന്ന് പാടിയ ചെങ്ങ് പോകും, അതല്ല. ആരാധന വേണം, ആരാധന അല്ല. പക്ഷെങ്കിൽ ആഴ്ചയുടെ 6 ദിവസവും ചില പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട് ദൈവമക്കൾക്ക്. കർത്താവ് ചെയ്ത അതേ പ്രവൃത്തി കർത്താവ് ഇവിടെ പറഞ്ഞ എന്താ? ഞാൻ ചെയ്ത 12-ാം വാക്യം വായിച്ച്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇപ്പൊ നമ്മുടെ അരുൺ പാസ്റ്ററുടെ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയാ, ഞാൻ സാറ് ചെയ്തേക്കാൾ വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവനെ അന്നേരം ഡിസ്മിസ് ചെയ്യും. നീ ഈ കമ്പനി വേണ്ടെന്ന് പറയും, അല്ലേ? അല്ലേ? എടാ, എന്നേക്കാൾ വലിയ പ്രവൃത്തി ചെയ്യാൻ പോകണം നീ. ഒരു സാധാ പോലീസുകാരൻ വന്ന് ADGP-യോട് പറയാ, സാറേ ഞാൻ വലിയൊരു പ്രവൃത്തി ചെയ്യാം സാറിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം പോക്കാം. ഇവിടെ കർത്താവ് പറയാ, ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. വലിയ പ്രവൃത്തി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പിതാവ് എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അല്ലേ? എവിടെ? 12-ാം വാക്യത്തിൽ ആമേൻ, ആമേൻ ഞങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. വിശ്വസിക്കുന്ന ഏവർക്കും അത് ചെയ്യുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വേഗം ഒന്നെടുത്താട്ട്. സ്തോത്രം. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. പിന്നത്തേതിലെ 14-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ല, വായിച്ചു പിന്നെ വായിച്ചു. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നടക്കാൻ സാധ്യതയുണ്ടെന്നല്ല, നടക്കണം, അല്ലെങ്കിൽ വിശ്വാസമില്ലെന്ന് അർത്ഥം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമോ? നടക്കും കുറെ. അങ്ങനെ നമ്മുടെ ബൈബിൾ, അല്ലേ? എന്തൊക്കെയാ? എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങൾ ഇപ്പൊ നമ്മളെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പുറത്താക്കേണ്ട ഭൂതങ്ങള് നമ്മളായിട്ട് ഓടിക്കുക. കാര്യം എന്താ? നമ്മൾ ഈ ഭൂതങ്ങളുടെ മീഡിയക്കകത്തൊക്കെ കുടുങ്ങിക്കിടക്കും. പല ഭാഷന്മാർ വീണ് കിടക്കും. എന്തുകൊണ്ടാ? അമേരിക്കയിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ പോണോഗ്രാഫിയും ഈ കണ്ടകടിച്ചാണ് ഇതെല്ലാമാണ് ആളുകൾ കാണുന്നത്. പിശാചിന്റെ കൂട്ടിനകത്ത് കിടക്കുക, എലിപ്പെട്ടിക്കകത്ത് കയറ്റിയിട്ടിരിക്കുക പിശാച്. ഇതെങ്ങനെ രക്ഷപ്പെടും? പിന്നെ പുതുഭാഷ സംസാരിക്കും.
സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗിയുമായി കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുവാൻ കടപ്പെട്ടവരാ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ചെയ്യുവാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നു. ചെയ്യാതിരിക്കണമെങ്കിൽ ചെയ്യാതിരിക്കാം. കർത്താവരെ മൂക്കിന് പിടിച്ച് ഇട്ട എഴുതിപ്പിക്കത്തൊന്നുമില്ല. അപ്പൊ ഈ പ്രവൃത്തിയാണ് ദൈവസഭയെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അല്ല നമ്മളെല്ലാം ഞായറാഴ്ച ദൈവം നല്ലവനാണെന്നൊരു പാട്ടുപാടി പോയിട്ട് വലിയ കാര്യമൊന്നും. അത് പണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദൈവമേ നീ പരിശുദ്ധരാകുന്നു, കിഴക്കോട്ട് നിന്ന് നീ പറഞ്ഞാലും പറഞ്ഞില്ലേലും ദൈവം പരിശുദ്ധൻ തന്നെയാ. അത് പറയുന്നതുകൊണ്ട് ദൈവം പരിശുദ്ധനാകത്തുമില്ല, പറയാതിരുന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധി തൊട്ട് കുറയത്തുമില്ല. പിന്നെ എല്ലാ ഞായറാഴ്ചയും പോയി ദൈവമേ നീ പരിശുദ്ധനാകും, ഞാൻ അശുദ്ധനാകുന്നു നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ പാപിയാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. അത് പറയത്തുമില്ല. അപ്പൊ ഇതൊക്കെ വെറും ചടങ്ങുകൾ, വെറും ആചാരങ്ങൾ. അതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. വളരെ ക്രിയാത്മകമായ ചില സംഗതികൾ ചെയ്യുവാനാണ് ദൈവം സഭയെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം. പ്രാക്ടിക്കലായി ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മള് അയ്യോ മോഡി, അയ്യോ യോഗി ഇതൊക്കെ പറഞ്ഞു നടക്കുക. യോഗി, ഹൂ ഈസ് യോഗി, ഹൂ ഈസ് മോഡി? നമ്മുടെ ദൈവം അവനേക്കാൾ എത്ര വലിയവൻ. സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ചിലക്കൊന്നും പറയാനുള്ള ധൈര്യമില്ല. നമ്മുടെ ദൈവം എത്ര ഉന്നതനായ ഒരു ദൈവം, എത്ര വലിയ കാര്യങ്ങൾ നാം ചെയ്യണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അപ്പൊ രണ്ടാമത് കലക്കത്തിന് അപ്പൊ പ്രോമിസ് ഓഫ് മിറക്കിൾ. യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് വരാം. രണ്ടാമത്തെ പ്രോമിസ് എന്താണ് കർത്താവ് നൽകുന്നത്? യു വിൽ ഡു സംതിങ് ഗ്രേറ്റർ ദാൻ വാട്ട് ഐ ഡിഡ്. ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ചെയ്യുമോ? സ്തോത്രം, സ്തോത്രം. ഇനി മൂന്നാമത്തെ പ്രോമിസ്, കലങ്ങാതിരിക്കുവാൻ മൂന്നാമത്തെ പ്രോമിസ് 13-ാം വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പ്രോമിസ് ഓഫ് യുവർ പ്രെയർ ബീങ് ആൻസേർഡ്. പ്രാർത്ഥനയുടെക്ക് മറുപടി ദൈവം തരും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങ്. നമ്മൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന എന്ന അനുഭവമുള്ള എത്ര പേരുടെ ഇരിപ്പുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങൾക്കൊന്നും അനുഭവമൊന്നുമില്ല. കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. 65-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരും. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നമ്മുടെ കലക്കം, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കലക്കം മാറ്റുവാൻ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. സ്തോത്രം. നാലാമത് കർത്താവ് പറഞ്ഞത് 16-ാം വാക്യം. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ, ഒരു കംഫോർട്ടറിനെ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവർ ചിന്തിച്ചു, ഇനി ആര് ഞങ്ങളോട് കൂടെ ഇരിക്കും? ഇനി ആര് ഞങ്ങൾക്ക് തുണയായി ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കും? ഇപ്പോൾ കർത്താവ് പറയാണ്, ഐ വിൽ സെൻഡ് ദ കംഫോർട്ടർ. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. മനസ്സിലായോ? ഓരോ വാക്യത്തിന്റെ അടുവിൽ അത് ചേർക്കണം. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. അഞ്ചാമത് കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ? അതിന്റെ 18-മുള്ള വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വായിച്ചേ, 18-മുള്ള വാക്യം വായിച്ചേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞങ്ങൾ ഇനി അനാഥരെന്ന് പറഞ്ഞ ആരാ? ഓർഫൻസ്. അപ്പനും അമ്മയും ഇല്ലാത്ത പിള്ളേരെ ഓർഫൻസ് എന്ന് പറയും. ആരുമില്ല, കരുതുവാൻ ആരുമില്ല. അവർക്ക് എങ്ങനെ ഭക്ഷിക്കും, എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർഫൻസ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ജീവിക്കും. എത്ര ഒരു വലിയ ഒരു വാഗ്ദത്തമാ അല്ലേ? ഞാൻ ജീവിക്കുന്നതുകൊണ്ട് എന്തേക്കും ജീവിക്കും. നമ്മുടെ കർത്താവ് നമ്മൾ പാടുന്നല്ലോ, എന്നേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവി എനിക്കെല്ലാം.
ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന. നമ്മൾ ആശ്രയം വെക്കുന്ന എല്ലാവരും കുറെ കഴിയുമ്പോൾ മരിക്കും. പക്ഷേ നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് നാം എന്നേക്കും ജീവിക്കും. നിത്യതയിൽ നാം കർത്താവിനോട് എന്നേക്കും ജീവിക്കും. എത്രയധികം നമ്മുടെ കലക്കം മാറ്റുന്ന ഒരു ചിന്തയാണത് അല്ലേ? ഐ വിൽ ലീവ് വിത്ത് ഹിം ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ ബിക്കോസ് ഹി ലീവ്സ് ഓൾ ഫിയർ ഈസ് ഗോൺ. എല്ലാം പോകുന്ന എപ്പോഴാ? ഞാൻ ജീവിക്കും, എൻ്റെ കർത്താവ് ജീവിക്കുന്നുകൊണ്ട്. ദ പ്രോമിസ് ഓഫ് ഇറ്റേണൽ ലൈഫ്, എന്നേക്കുമായി നാം കർത്താവിനോടൊത്ത് ജീവിക്കും. മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഡേ ടു ഡേ ലിവിങ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. ഐ വിൽ നോട്ട് ലീവ് യുവർ സോൾ. എത്ര പേര് വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് ജീവിക്കുന്നു? ഹല്ലേലൂയ. ദൈവം ജീവിക്കുന്നതൊക്കെ പറയും, പക്ഷെ ദൈവം വെറുതെ ജീവിക്കുന്നതല്ല, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കും. അതുകൊണ്ട് കലക്കങ്ങളെല്ലാം മാറിപ്പോകും. ആറാമത്തെ കലക്കം മാറ്റാനുള്ള ആറാമത്തെ മറുപടി കർത്താവ് പറയുന്നത്, സ്തോത്രം, അതിൻ്റെ 26-ാം വാക്യത്തിൽ, എങ്കിലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഇപ്പം അവർ ചിന്തിച്ചു, ഇനി ഞങ്ങളെ ആരുപദേശിക്കും, ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും എന്നൊക്കെ അവരുടെ മനസ്സ് ചിന്തിച്ചപ്പോൾ കലങ്ങി. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ഞാൻ തരുന്നത് എന്തിനാ? നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. സകലം ഉപദേശിച്ചു തരികയും പിന്നെ അടുത്തെന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഓ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് സകല ഉപദേശിച്ചു തരികയും. 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മോട് കൂടെ ആ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. ഉപദേശം തരുകാൻ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഉപദേശം സ്വീകരിക്കാറില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അവിടെയാണ് നമ്മുടെ കുഴപ്പം. ഇനി 7-ാമത് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിക്കാനുള്ള കാരണം, അതിൻ്റെ 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. വായിച്ചേ 27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇസത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ അണികളോട് നേതാക്കന്മാരെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പിണറായി വിജയനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ സാമുദായിക നേതാവോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞതായിട്ട് അറിവുണ്ടോ? ആരും പറയുന്നു. കാര്യം അവർക്ക് തന്നെ ഒരിക്കലൊരാളൊരു ഘോരമായ വനത്തിൽ 3 ദിവസം വഴിയറിയാതെ ഇങ്ങനെ കറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഒരാളെ കണ്ടുമുട്ടി. പറയും, അയ്യോ വളരെ സന്തോഷം, ഞാൻ 3 ദിവസമായിട്ട് വഴിതെറ്റി ഈ ഘോരമായ വനത്തിൽ കൊണ്ട് ഇങ്ങനെ അലഞ്ഞുതിരി അടക്കുക, നിങ്ങളെ കണ്ടത് വളരെ സന്തോഷം, പുറത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരണമെന്ന് പറയും. പുള്ളി പറയും, ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ കറങ്ങി നടക്കുക, പിന്നെ ഞാൻ നിനക്ക് എങ്ങനെ വഴി പറഞ്ഞു തരും? നമ്മൾ സമാധാനത്തിന് വേണ്ടി പലരുടെ ഇടയ്ക്ക് ചെല്ലും. അവർ പറയുന്നതാ, അവർക്ക് തന്നെ എന്തില്ല സമാധാനം. ഇംഗ്ലണ്ടില് ഒരു വലിയ സർക്കസ് കളി നടപ്പുണ്ടായി. അതിൻ്റെ അടുത്ത് ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ കണ്ണ് തുറന്നു പിടിക്കണം, കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. സ്തോത്രം. അപ്പൊ അവിടെ ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒരു സമാധാനവും ഇല്ല ഒരു മരുന്നിനെ കുറിച്ചാണ്. അപ്പൊ അയാൾ ഡോക്ടർ പറഞ്ഞു, വല്ല പല്ലുവേദനയോ തലവേദനയോ വല്ല ഉറക്കമോ വല്ല ആണെങ്കിൽ വല്ല മരുന്നുണ്ട്, പക്ഷേ ഈ സമാധാനത്തിനൊരു മരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും താൻ ഇത്രയും വന്നതല്ലേ, എൻ്റെ അടുത്തൊരു സർക്കസ് കളി നടന്നു, അതിനകത്തൊരു ബഫൂൺ, ഒരു കോമാളി, ഒരുപാട് ആളുകളെയൊക്കെ ചിരിപ്പിക്കുക, താനത് കണ്ട ഒരു 3 മണിക്കൂറെങ്കിലും തനിക്ക് സമാധാനം കിട്ടും. വേഗം അത് ടിക്കറ്റ് എടുത്തപ്പോൾ കളി തുടങ്ങാറായി, കണ്ടേച്ചു കൊള്ളാം. അപ്പോൾ അന്നേ ആൾ പറഞ്ഞു, സാറേ ഞാൻ ആ കോമാളി. ഒരുപാട് പേർക്ക് സമാധാനം കൊടുത്തോണ്ടിരിക്കും. എനിക്ക് സമാധാനത്തിനൊരു ഗുളിക വേണം. ലോകത്തിന് സമാധാനം തരുവാൻ കഴിയുമോ? യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും.
കൊലോസ്യലേഖനം 1:19 ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. സ്തോത്രം. ആ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിലെ കലക്കങ്ങൾ മാറ്റുന്നത്. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ആ ദിവ്യമായ സമാധാനം ഉള്ളവരാണ് ദൈവമക്കൾ. അവരാണ് ഇങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്, ഇരുന്നുറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു പെന്തക്കോസ്ത് പള്ളിക്കാർക്കെതിരെ ഒരു 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 വലിയ ആരോപണം പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇവർ ഞങ്ങളെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, SI പറഞ്ഞു, ശരി ഞാൻ വന്നൊന്ന് അന്വേഷിക്കണം. അപ്പോൾ ഒരു ആരാധന നടക്കുമ്പോൾ പുള്ളി പതിയെ പുറകെ കൂടെ വന്ന് നോക്കിയപ്പോൾ പലരും ഇരുന്നുറങ്ങുന്നു നല്ല സുഖമായിട്ട്. അപ്പോൾ അവരെ പരാതിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ഇരുന്നുറങ്ങുന്ന എത്രയോ പേരെ കണ്ടു. സ്തോത്രം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകം, മദ്യം, മയക്കുമരുന്ന്, ലൗകിക സുഖങ്ങൾ ഇതൊക്കെ തരുന്നത് വെറും താൽക്കാലികമായ സമാധാനം. യേശു തരുന്ന നിത്യമായ സമാധാനം. കാരണം യേശുവിൻ്റെ പേരെന്താ? സമാധാന പ്രഭു അല്ലേ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ്റെ പേരെന്താ? അവൻ്റെ പേരെന്താ? സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. ആ സമാധാനമാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നൊരു വാക്യമുണ്ട് യെശയ്യാപ്രവചനം. പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തനും സമാധാനം ഉണ്ടാകത്തില്ല. എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനം. We have peace with God. മാത്രമല്ല ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്ന ആ സമാധാനം. ഈ ലോകം തരുന്നതെല്ലാം ലോകം എടുക്കും. അതാ കർത്താവോട് പറഞ്ഞെന്താ? ലോകത്തിന് നൽകുവാൻ കഴിയാത്തതും ലോകത്തിന് എടുക്കുവാൻ കഴിയാത്തതുമായ സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. അതുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്തെല്ലാം ഒരു പക്ഷി ഒരിക്കൽ ഒരു മരത്തിൽ ഇങ്ങനെ വന്നിട്ട് പാടുക, നല്ലപോലെ പാടിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു മലവേടൻ വന്ന് ആ മരം വെട്ടാൻ. അപ്പോൾ ഒരു കവി വളരെ സാങ്കല്പികമായ രീതിയിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ആ മലവേടൻ ഈ മരം പൊറിക്കുമ്പോൾ പക്ഷിയോട് കവി ചോദിക്കുക, പക്ഷി നീ എങ്ങനെ പാടും? നിനക്ക് എങ്ങനെ പാടാൻ കഴിയും? ഏതാനും വെട്ടുകൾ കൂടെ കഴിയുമ്പോൾ ഈ മരം വീഴും, നിനക്ക് എങ്ങനെ പാടുവാൻ കഴിയും? പക്ഷി പറഞ്ഞു, ഏതാനും വെട്ടുകൾ കഴിയുമ്പോൾ ഈ മരം വീണാക്കാം, പക്ഷെങ്കിൽ എനിക്ക് 2 ചിറകുണ്ട്, ഞാൻ പറന്നു പോകും. ഞാൻ ഈ മരത്തിൽ ഇരിക്കുന്നെങ്കിലും എൻ്റെ നിലനിൽപ്പ് ഈ മരത്തിലല്ല. ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഞങ്ങൾ പറന്നു പോകും. ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. C.S. ലൂയിസിന്റെ മിയർ ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംതൃപ്തി തരുവാൻ കഴിയുന്നില്ലെങ്കിൽ the most probable explanation is that you are not made for this world. മനസ്സിലായില്ല? നിങ്ങളിങ്ങനെ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കണ്ണു പിടിച്ചിരിക്കുക. മനസ്സിലായോ? എന്താ മനസ്സിലായി? എന്താ മനസ്സിലായി? നിങ്ങൾ എത്ര ചപ്പാത്തി തിന്നാലും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും. ഈ ലോകം തരുന്നത് തിന്നും കുടിച്ചും എത്ര ജീവിച്ചാലും ആത്മസ്വരൂപിയായ മനുഷ്യന് സംതൃപ്തി ഉണ്ടാകത്തില്ല. ദൈവം തരുന്ന സമാധാനം, നിത്യസമാധാനം. അത് ജോലി പോയാലും ജോലി ഉണ്ടെങ്കിലും ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ആ സന്തോഷവും സമാധാനവും ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്നതാണ്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് മാത്രമേ നമുക്ക് തരുവാൻ കഴിയുകയുള്ളൂ. അത് മാത്രമേ നമുക്ക് സംതൃപ്തി തരികയുള്ളൂ. അത് നമ്മൾ പാടുന്ന ഇഹലോകമോ ഒരിക്കലും ഒരു രാജാവിന് വിഷാദരോഗം പിടിച്ചു. രാജാവിൻ്റെ വിഷാദരോഗം മാറ്റാൻ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, രാജാവിന് വിഷാദരോഗം മാറണമെങ്കിൽ നല്ല സന്തോഷമുള്ള ഒരാളുടെ ഉടുപ്പ് കൊണ്ടുവന്ന്, നമ്മുടെ മാത്യു പാസ്റ്ററുടെ ജുബ്ബാവിന് നല്ല ജുബ്ബ കൊണ്ടുവന്ന് ഇടിപ്പിച്ചാൽ ആളിൻ്റെ വിഷാദരോഗം മാറിക്കോളും. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന കൊടുത്ത് ഒരുപാട് ആളുകൾ പല ഭാഗത്തേക്കും പോയി. അവരനേക വലിയ വലിയ വീടുകളിലൊക്കെ കയറി
രാജാവിന് വിഷാദരോഗം, രാജാവിന് ഉടുപ്പ് വേണം. ഉടുപ്പ് വേണേൽ ഇഷ്ടം പോലെ തരാം. പക്ഷേ ഉടുപ്പ് എങ്ങനെയുള്ളവരുടെ ഉടുപ്പായിരിക്കണം? നല്ല സന്തോഷമുള്ള ആളിൻ്റെ ഉടുപ്പേ കൊണ്ടുവരാം. അവർ പറഞ്ഞു ഉടുപ്പ് വേണം തരാം, പക്ഷേ സന്തോഷമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ അവർ രാജ്യം മുഴുവൻ കറങ്ങി കിട്ടിയില്ല. അവസാനം അവർ ഇരുന്നപ്പോൾ ഒരു കുടിയിൽ നിന്ന് വളരെ കൈയടിച്ച് പാടുന്നൊരു പാട്ടിൻ്റെ ശബ്ദം, നല്ല സന്തോഷത്തോടെ ഒരു പാടുക. അവർ സാവധാനം അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു കൊച്ചു കുടിൽ ചിലർ ഇരുന്നിങ്ങനെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടുക. അവർ കുറച്ചു നേരം അവിടെ നിന്നു. എന്നിട്ട് അവർ ഒരുപാട് നാളെ ഇങ്ങനെ കറങ്ങി നടക്കുക. അവർ ചെന്ന് പറഞ്ഞു, ഡിസ്റ്റർബ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി, ഞങ്ങൾക്ക് സന്തോഷമുള്ള ആളുടെ ഒരു ഷർട്ട് വേണം. നിങ്ങൾക്ക് ഇത്രയും സന്തോഷം, നിങ്ങളുടെ മുഖത്തൂടെ വഴിഞ്ഞൊഴുന്ന സന്തോഷം, ഞങ്ങളെ അതിനെ താമസിപ്പിക്കരുത്, ഞങ്ങൾക്കൊരു ഷർട്ട് തന്ന് ഞങ്ങളെ മടക്കി അയക്കണം. ഉടനെ ആ ഗൃഹനാഥൻ പറഞ്ഞു, എനിക്ക് ഷർട്ടില്ല. സന്തോഷമുള്ളവന് ഷർട്ടില്ല, ഷർട്ടുള്ളവന്. മനസ്സിലായോ? ഇതാണെന്ന് ലോകം. കുടിച്ചോ എന്ന് പറഞ്ഞു തരും. ആ കുപ്പി എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന്. നമ്മളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യും. പാവപ്പെട്ട വലിച്ചു കുടിക്കും. ആ ഖജനാവിലെ നികുതി എല്ലാം ചെയ്യും. 1500 കോടി രൂപ ഒരു വർഷം കേരളത്തിലെ ജനങ്ങൾ കുടിക്കുന്ന റവന്യൂ നമ്മുടെ സർക്കാർ ഈ കുടിയന്മാരായി സർക്കാരിനെ നിർത്തും. സ്തോത്രം. കുടിയും വലിയും ഇല്ലാത്തവനൊക്കെ എന്തിനാടേ നീയൊക്കെ ജീവിക്കുന്നതാ ചോദ്യം. നമ്മളൊക്കെ ജീവിക്കും, നീ കുടിക്കത്തില്ല, വലിക്കത്തില്ല, ഇതൊക്കെ ചെയ്യുക. അവർ ചോദിക്കുന്ന ചോദ്യം പത്രോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവരോട് ചേർന്ന് ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്യാത്തതുകൊണ്ട് അപൂർവമെന്ന് വിചാരിച്ചവർ നമ്മളെ ദുഷിക്കുമെന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാത്ത നീയൊക്കെ മനുഷ്യനാണോ എന്നവർ ചോദിക്കും. നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനത്തിനായി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യയുടെ പ്രത്യാശയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ഹൃദയം കലങ്ങി മറിയുന്ന ഒരു സാഹചര്യമാണെന്ന് നാം ജീവിക്കുന്ന ഇന്നത്തെ ലോകം. നാളെ ഇതിലും അപ്പുറത്ത് ഉള്ള കലക്കത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടാകാം. ദൈവമക്കൾ കലങ്ങാതിരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ ഏറ്റെടുക്കണം. കണ്ണുകൾ അടയ്ക്കാം. സ്തോത്രം. അടച്ചിരിക്കുന്നവർ അടച്ചോട്ടെ, അടയ്ക്കാത്തവർ ഇപ്പോഴടയ്ക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം ദേശം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം. എത്രയോ കലക്കങ്ങളുടെ മധ്യത്തിൽ നമ്മായിരുന്നു. ഒരുപക്ഷെ നിങ്ങളും കലക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ജീവിക്കും, എങ്ങനെ കുടുംബത്തെ പോറ്റും, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എങ്ങനെ ഈ ലോകത്തിൽ എൻ്റെ ഭാവി, എങ്ങനെയൊക്കെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ കലക്കും. ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ദയവായിട്ട് എഴുന്നേറ്റ് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഈ വചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ കലക്കം നീ മാറ്റിയതിനായി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി, ഒരൊറ്റ വാക്യം മതിയല്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്ക വരും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. എന്നെ യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്നെ യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. കേട്ട വചനങ്ങൾക്ക് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അത്ര ശക്തമായ ഒരു വചനം ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ നമുക്ക് വിളമ്പി. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ ഇനി കലങ്ങില്ല, എനിക്ക് കർത്താവ് നൽകിയ ആ ഉറപ്പിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ഇനി കലങ്ങില്ല. അതിനുള്ള എല്ലാ വഴികളും കൃത്യമായി അന്ന് ശിഷ്യന്മാർക്ക് നൽകിയ ഓരോ വചനങ്ങളും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളായി നമുക്ക് ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
ഹല്ലേലൂയ. അതിൽ നമുക്ക് ഉറയ്ക്കാൻ, നമ്മൾ കേട്ട വചനത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് അതിൽ ഉറച്ച് അതിനെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് നൽകിയത് തൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ്. കൊലോസ്യ ലേഖനം ഇന്ന് കർത്താവിൻ്റെ ദാസൻ വായിച്ച അതേ വാക്യം തന്നെ മേശയ്ക്ക് മുമ്പായി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും ദൈവത്തിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രസ്താവനയായിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് കർത്താവിൻ്റെ മരണത്തെ ഓർത്തുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കുമ്പോൾ, കർത്താവേ, എനിക്ക് ദൈവത്തോട് ലഭിച്ച നിരപ്പിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയട്ടെ. സകലത്തെയും തൻ്റെ മരണം മുഖാന്തരം നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ശാപമേറ്റുവാങ്ങി, മരണമേറ്റുവാങ്ങി, നമുക്ക് ജീവൻ നൽകാൻ, അനുഗ്രഹം നൽകാൻ, സ്വർഗീയ നന്മകൾ നൽകാൻ സ്വർഗീയ താതൻ തന്നെ ഇത് നമ്മൾ കേട്ടതുപോലെ നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ച, അളവില്ലാതെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നുറുക്കത്തോടെ, നന്ദിയോടെ, സമർപ്പണത്തോടെ ആ ദൈവത്തെ ഞാനും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കും. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ ഭാഗവക്കാകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ കേട്ട ഓരോ വചനങ്ങളും ഹൃദയംഗമായി ഏറ്റെടുത്ത് ഇതെല്ലാത്തിൻ്റെയും ആധാരം ദൈവപുത്രൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ ജീവൻ നമുക്കായി നൽകി എന്നതാണ് അതിൻ്റെ ആധാരം. അവിടുത്തെ സ്നേഹത്തിന്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയ്ക്കായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം.